ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ 10th ലെവൽ പ്രിലിമിനറി എക്സാംസ് ഒക്കെ കഴിഞ്ഞു. ഇനി മെയിൻസ് ആണുള്ളത്. ബെവ്കോ എൽ ഡി സിയുടെയും എൽ ജി എസിൻ്റെയും. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് എൽ ജി എസ് മെയിൻസിൻ്റെ സിലബസ് ആണ്. നമ്മുടെ പ്രിലിമിനറി വെച്ചിട്ടുള്ള ആ ഒരു സിലബസിൽ നോക്കുമ്പോൾ കുറച്ച് മാർക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലാണ് നിങ്ങൾക്കിവിടെ വ്യത്യാസം കാണാൻ സാധിക്കുക. അപ്പോൾ ഈ 4 ഘട്ടങ്ങളിലായിട്ടും ഏകദേശം എത്ര മാർക്ക് കിട്ടിയവർ ഈ ഒരു മെയിൻസ് ലെവൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് പൂർണ്ണമായിട്ടും എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് പറയുന്നതാണ്, 4 പേപ്പറിൻ്റെയും വെച്ചിട്ട്. അപ്പോൾ ഇനിയൊരു മെയിൻസ് ലെവൽ പ്രിപ്പറേഷനിലേക്ക് നിങ്ങൾ കിടക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസിഷൻസ് വളരെയധികം സ്റ്റബോൺ ആയിരിക്കണം. മാത്രമല്ല, നിങ്ങൾ ഓരോ ദിവസവും മനസ്സിൽ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പഠിച്ചു തുടങ്ങേണ്ടത്. ഞാൻ ആ ടോപ്പ് 100-ൽ ഉണ്ടായിരിക്കും. അതെൻ്റെ ആവശ്യമാണ്, എൻ്റെ അത്യാവശ്യമാണ്, എൻ്റെ ആഗ്രഹമാണ്, അതെനിക്ക് നേടിയേ പറ്റുള്ളൂ. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ഓക്കെ, നമ്മൾ എന്നും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു വാശി ഉണ്ടാകും. നിങ്ങൾ ജസ്റ്റ് പറയുക മാത്രമല്ല, നിങ്ങളതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ആ 100ൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പേര് വന്നു കഴിഞ്ഞാൽ അതൊന്ന് ഫീൽ ചെയ്യുക. അതൊന്ന് ചിലർ പറഞ്ഞിട്ടില്ലേ മാനിഫെസ്റ്റേഷൻ്റെ ഒരു പവർ എന്ന്. ആ മാനിഫെസ്റ്റേഷൻ്റെ പവർ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടിയതായിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഇമാജിൻ, നിങ്ങളത് ടച്ച് ചെയ്യണം. നിങ്ങളുടെ ഹാർട്ടിനെ ടച്ച് ചെയ്യണം. എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കിട്ടിയാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പേര് ആ റാങ്ക് ലിസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു അച്ചീവ്മെൻറ്റ്, നിങ്ങൾ ആ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ കിട്ടുന്ന പല കാര്യങ്ങൾ എന്നുള്ളത്, ആ ഒരു പലരുടെയും ഭാഗത്തു നിന്നുള്ള അപ്രീസിയേഷനുകൾ, ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം. ഞാൻ പറഞ്ഞ നിങ്ങളുടെ ആ ഒരു എല്ലാ സെൻസറി ഓർഗൻസിനെയും ടച്ച് ചെയ്യണം എന്ന് പറയുന്ന പോലെയാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നും ആ ഒരു പഠിക്കാനുള്ള വാശി അടക്കം കൂടും. അപ്പോൾ ഇനിയുള്ള പഠനം അതിന് വേണ്ടിയിട്ടായിരിക്കണം. 100 എന്ന് പറയുന്ന ആ ഒരു 100 പേരുടെ ഉള്ളിലുള്ള ആ ഒരു ഇതിൽ നിങ്ങൾ വരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം പഠനം. മറ്റേന്ന് പറയുന്നത് പ്രിലിമിനറി കടക്കാനായിരുന്നെങ്കിൽ ഇത് ഏറ്റവും ടോപ്പ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പഠിത്തവും അതിനനുസരിച്ചായിരിക്കണം. ക്രിസ്പ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ആൻഡ് അവിടെ ഒരു ട്വൈസ് ഓർ ത്രൈസ് റിവിഷൻസ് എങ്കിലും നിങ്ങൾ നന്നായിട്ട് നടത്തിയിരിക്കണം. വെയിറ്റേജ് വളരെയധികം കൂടിയ ഐറ്റംസ് ഉണ്ട്, അതിന് നല്ല പ്രിഫറൻസ് കൊടുക്കണം. ബാക്കിയുള്ള ഇതുവരെ പ്രിലിമിനറി പഠിച്ചതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളോട് എക്സ്ട്രാ എഫേർട്ട് ഇട്ടൊന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെതായ രീതിക്ക് കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് നോക്കിയാൽ ഒബ്വിയസ്ലി യു വിൽ ബി അമംഗ് ദി ടോപ്പ് ഇൻ ദി എക്സാമിനേഷൻ. പക്ഷേ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മനസ്സിലാക്കിയതിൽ നിന്ന് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡീപ്പർ ലെവലിലുള്ള കാര്യങ്ങളും കൂടി നോക്കേണ്ടി വരും. കാരണം അങ്ങനത്തെ ഒരു ലെവലിലൊക്കെ അവർ ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം പേർക്ക് പാടായിരുന്നിട്ടുണ്ടാകാം, അതുപോലെ എളുപ്പമായിരുന്നവരുണ്ടാകാം, ഓക്കെ എന്നുള്ള രീതിയിലുള്ളവരും ഉണ്ടാകാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് റിസൾട്ട് വരുന്നത് എന്നുള്ളത്. പക്ഷേ മെയിൻസ് ലെവലിൽ നല്ല രീതിക്ക് കട്ടയ്ക്ക് പിടിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല സ്കോറിങ്ങിലോട്ടൊക്കെ എത്താൻ പറ്റും. പ്രിലിമിനറിയുടെ ആ ഒരു സിലബസ് വെച്ചിട്ട് നമ്മൾ മെയിൻസിലോട്ട് വരുമ്പോൾ ഇവിടെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നമുക്ക് 5 മാർക്സ് ആണുള്ളത്. പിന്നെ സെപ്പറേറ്റ് ഇവിടെ ഒരു 5 മാർക്സ് എക്കണോമിക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി കുറച്ച് മിക്സ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനാണ് 5 മാർക്സിൻ്റെ ഉള്ളത്. പിന്നെ ഇവിടെ ഇന്ത്യൻ ജിയോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ 5 മാർക്സിൻ്റെയാണ്. കേരള ജിയോഗ്രഫി എന്ന് പറയുന്നതാണ് കുറച്ചും കൂടെ വെയിറ്റേജ് ഉള്ള ഒരു ഏരിയ, 10 മാർക്സ്. അപ്പോൾ അത്യാവശ്യം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ് കേരള ജിയോഗ്രഫി എന്ന് പറയുന്നത്. പലതരത്തിലും ചോദിക്കാം. അതിൽ ഈ ലാസ്റ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ ഈ പദ്ധതികളൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം മെയിൻസ് ലെവൽ പ്രിപ്പറേഷന്. പിന്നെ നമ്മുടെ കേരളത്തിലെ നവോത്ഥാന നായകർ, അതുപോലെ കേരള ഹിസ്റ്ററിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് 5 മാർക്സ് ആണ്. പിന്നെ ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള അറിവുകൾ അല്ലെങ്കിൽ വിവരങ്ങളാണ് പറയുന്നത്. അത് നമ്മുടെ ആർട്ട് സ്പോർട്സ് ലിറ്ററേച്ചർ പോലെയുള്ളതാണ്. അത് 5 മാർക്സിൻ്റെയാണ്. പിന്നെ ആനുകാലിക വിഷയങ്ങൾ എന്ന് പറയുന്നത് 20 മാർക്സ് ആണ്. കണ്ടോ, 20 മാർക്സ് വെയിറ്റേജ് കൂടിയ ആൾ കറണ്ട് അഫയേഴ്സ് ആണ്. സോ വളരെയധികം കെയർഫുൾ ആയിട്ട് നിങ്ങളവിടെ പഠിക്കണം. 20 മാർക്സിൻ്റെ ആ ഒരു വെയിറ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പോകണം. പിന്നെ ഉള്ളത് സയൻസ് ആണ്. സയൻസ് ഓൾ ടുഗദർ 10 മാർക്സ് ആണ്. അതിൽ 5 എന്ന് പറയുന്നത് ബയോളജിയും പിന്നെ ഭൗതിക ശാസ്ത്രവും രസതന്ത്രവും കൂടെ കൂട്ടിയിട്ടാണ് 5 മാർക്സ് ഉള്ളത്. പിന്നെ നമുക്ക് മാത്സിൻ്റെ സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് വരുന്നത്. അത് രണ്ടും കൂടി 20 മാർക്സ് ആണ്. ഓക്കെ, അപ്പോൾ 20 മാർക്സ് വെയിറ്റേജ് വരുന്ന 2 ഐറ്റംസ് ആണ് നമുക്കുള്ളത്, മാത്സും കറണ്ട് അഫയേഴ്സും. ഓക്കെ, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നോക്കും. അപ്പോൾ ഈ കഴിഞ്ഞ 4 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത് നടന്നതും പിന്നെ ക്യാൻസലാക്കിയ ആ ഒരു ഇതും കൂടെ നോക്കും. ആക്ച്വലി എൻ്റെ കോഴ്സിൽ പഠിപ്പിച്ചിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. SCRT കൺസേൺഡ് ആയിട്ടും ടെസ്റ്റ് സീരീസ് ഉൾപ്പെടുത്തിയും ഒക്കെ ഉണ്ടായിട്ടുള്ളതിൽ. അപ്പോൾ അതൊക്കെ കുറേയധികം പേർക്ക് ഹെൽപ്ഫുൾ ആയി കാണും. പിന്നെ ഞാൻ ഇപ്പോൾ ഈ വരുന്ന സെപ്റ്റംബർ 2 തൊട്ട് LGS മെയിൻസ് കണക്കാക്കിയും അതുപോലെ തന്നെ ബെവ്കോ LDCയും കൂടെ, LDC നോക്കുന്നവർക്ക് അത് സെപ്പറേറ്റ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെയിൻലി ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി ഒരു കാര്യം അറിയാം, നമ്മൾ LGSൻ്റെ ഒരു എക്സാമിന് തീർച്ചയായിട്ടും എന്ത് വേണം, SCRT വേണം. അപ്പോൾ SCRTയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഫാക്ട്സോട് കൂടിയ ക്ലാസ് 5 to 10 സോഷ്യലിൻ്റെയും സയൻസിൻ്റെയും ഉണ്ട്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കണം 9, 10 വരുമ്പോൾ സോഷ്യൽ അത്രത്തോളം ഉണ്ട്.
ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സെപ്പറേഷനിൽ പാർട്ട് 1 പാർട്ട് 2 ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം എക്സ്ട്രാ ഫാക്ട്സോട് കൂടിയിട്ടാണ് എല്ലാ ക്ലാസ്സും എടുക്കുന്നത്. ഇത് 5 തൊട്ട് 10 വരെയുള്ള ഈ പറയുന്ന സയൻസും സോഷ്യലും എല്ലാ പാർട്ട് 1 പാർട്ട് 2 ടെക്സ്റ്റും കവർ ചെയ്യുന്ന ക്ലാസ്സസ് ആണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതിൽ ഓരോന്നിനും ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം, ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞും പോകുന്നുണ്ട്, എക്സ്ട്രാ ചോദിച്ചു കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിന് മുൻപ് ഈ കംപ്ലീറ്റ് SCERT നിങ്ങൾ റിവിഷൻ ചെയ്തിരിക്കണം. അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, എസ്പെഷ്യലി സയൻസിൻ്റെ ഒക്കെ കാര്യത്തിലാണെങ്കിലും. ഓക്കെ, ഇനി നമുക്കുള്ളത് ഒരേ ഒരു എക്സാമാണ് മെയിൻസ്. ആ മെയിൻസ് എന്ന് പറയുന്നതിൽ നമുക്ക് ടോപ്പ് റാങ്കാണ് ലക്ഷ്യമെങ്കിൽ SCERT കംപ്ലീറ്റ് റിവൈസ് ചെയ്തോളൂ, നിങ്ങൾക്ക് നല്ലൊരു സ്കോറിങ് അതിലൂടെ കിട്ടിയിരിക്കും. പിന്നെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് ടെസ്റ്റ് സീരീസ് ആണ്. അതായത് നമ്മളുടെ കംപ്ലീറ്റ് സിലബസിൻ്റെ കോർ പോർഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റൻസ് ആണ്. ഇത് ഓരോന്നും നിങ്ങൾ പഠിച്ചതിന് ശേഷം അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ധാരാളം ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാലേ നമുക്ക് എന്താണ് പല കാര്യങ്ങൾ നമ്മൾ അറിയാത്തതുണ്ടെങ്കിൽ നമുക്ക് അറിയാനും, അതുപോലെ തന്നെ എന്താണ് നമുക്ക് മാക്സിമം നെഗറ്റീവ് മാർക്സ് കുറയ്ക്കാനും സാധിക്കുള്ളൂ. കാരണം ഇനിയുള്ള ഒരു എക്സാമിന് നെഗറ്റീവ് മാർക്സ് കുറയ്ക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലേ ടോപ്പ് റാങ്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഒരു ജോലി അത്യാവശ്യമാണ് എങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പഠിത്തവും അത്രയും സ്ട്രോങ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ എപ്പോഴും പരിശീലിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് എത്ര കാര്യങ്ങൾ അറിയാം എന്നുള്ളത് നിങ്ങളൊരു മെമ്മറി ടെസ്റ്റ് പോലെ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കണം. അതിനാണ് ഞാൻ ഈ ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെയിലി ടെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെയുള്ളത് കറണ്ട് അഫയേഴ്സിൻ്റെ ക്യാപ്സ്യൂൾ നോട്ടുകളാണ്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ മന്തിലെയും കറണ്ട് അഫയേഴ്സ് ആണ് എഴുതി തയ്യാറാക്കുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ മെയിൻസ് കൺസേൺഡ് ആയിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് LGSൻ്റെ മെയിൻസ് പേപ്പേഴ്സ് കംപ്ലീറ്റ് പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, LGS മെയിൻസിൻ്റെ കംപ്ലീറ്റ് വിത്ത് ആൻസേഴ്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം, ഒക്കെ ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഉള്ളതാണ്. അതുപോലെ LDC ബെബ്കോ LDC കണക്കാക്കിയിട്ടാണെങ്കിലും അതിൻ്റെ സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ LDC കണക്കാക്കിയിട്ടുള്ള കംപ്ലീറ്റ് ഈ പറയുന്ന SCERT പാഠഭാഗങ്ങളും ടെസ്റ്റ് സീരീസ് അതിൻ്റെ പോർഷൻസ് കുറച്ചുകൂടെ കൂടുതലാണ്. നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ വരും, അതും ഉണ്ടാകും. പ്ലസ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്യാപ്സ്യൂൾ നോട്ടുകൾ ഇത്രയും ഉണ്ടാകും. ഒപ്പം നിങ്ങൾക്ക് LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് നോക്കണമെങ്കിൽ അതും ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് എങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, ഞാനതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതുവഴിയും ജോയിൻ ചെയ്യാം. പിന്നെ സെപ്റ്റംബർ 2 ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. സോ അതിന് മുൻപ് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ട് എങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഇക്കഴിഞ്ഞ പ്രിലിംസിന് തന്നെ എക്സാം എഴുതിയവർ നല്ല അഭിപ്രായം പറഞ്ഞു. ഓക്കെ, അതായത് പഠിപ്പിച്ചതിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞല്ലോ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ടാണ്, അപ്പോൾ ഞാൻ ഇന്ന് ഡാറ്റ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് ഒരു സന്തോഷം കിട്ടുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ഓരോന്നും എന്ത് ചെയ്യുന്നത്, ക്ലാസ് എടുക്കുന്നത്. നമ്മൾ ഇതുവരെയുള്ള PYQസും കുറേയധികം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഏതൊക്കെ ഏരിയാസാണ് കുറച്ചധികം എന്നുള്ളത് പറയാൻ സാധിക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. പിന്നെ ടെക്സ്റ്റിനപ്പുറമുള്ള കാര്യങ്ങളും ഞാൻ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് വിത്തിൻ ദ ലിമിറ്റാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ ഓരോ ഭാഗങ്ങളുമായിട്ട് നോക്കുമ്പോൾ ടെക്സ്റ്റിൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻസ് പരന്ന് കിടക്കുമ്പോൾ അതിൽ പല കാര്യങ്ങളും മിക്സ് ആയിട്ട് വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് മാത്രം വെച്ച് പഠിച്ചാൽ എല്ലാം ആകുമെന്ന് വെച്ചാൽ ആകില്ല. അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ പറയണം. അങ്ങനെ ഞാൻ അഡീഷണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മെയിൻസ് കണക്കാക്കി കയറുന്നവർക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ കുറച്ചും കൂടെ ഞാൻ സ്ട്രോങ് ആയിട്ടുള്ള എന്ത് ചെയ്യും, പോൾസ് ഇതേപോലെ തരും. നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതൊക്കെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എക്സാം വരെ ഇതിൻ്റെ വാലിഡിറ്റി ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതിലെ സിലബസിൻ്റെ മാർക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലാണ് വ്യത്യാസമുള്ളത്. ഇനി ആർക്കുള്ളവർ ഈ ഓരോ സ്റ്റേജിലും പഠിച്ചു തുടങ്ങണം എന്നുള്ളത് എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് പറയാനാണ് കേട്ടോ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ ആയിരിക്കണം PSCയിൽ നിന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഞാൻ again പറയുന്നു, എത്ര പേര് ഓരോ ഘട്ടത്തിലും എഴുതിയിട്ടുണ്ട്, എത്ര പേർക്ക് ഒരു റേഞ്ചിന് മുകളിൽ മാർക്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ആ ഒരു ടഫ്നെസ്, പിന്നെ ബാക്കിയുള്ള സ്റ്റേജസുമായിട്ട് അവർ ടാലി ചെയ്യാൻ നോക്കുന്നത്, ഇതൊക്കെ വെച്ചിട്ടാണ് അവർ കട്ട് ഓഫ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും എല്ലാവരും പറയുന്ന പ്രഡിക്ഷൻ ശരിയാകണം എന്നൊന്നുമില്ല. ചിലരുടെ ശരിയാകും, ചിലരുടെ ശരിയാകില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇത് വരാനുള്ള സാധ്യത കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സാമിൽ പറഞ്ഞ കട്ട് ഓഫ് ഒന്നും ആയിരുന്നില്ല, വളരെ കൂടുതലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ചിലവരുടെ ഇതിൽ ഞാൻ കണ്ടിട്ടുള്ളത് പറഞ്ഞ കട്ട് ഓഫിനേക്കാളും താഴ്ന്നു വന്ന ഇതുണ്ട്. അപ്പോൾ നമ്മളൊരു ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അതിൻ്റെ ഏകദേശം ഈസി, ടഫ് അല്ലെങ്കിൽ ഒരു നോർമലി നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടോ, ഏകദേശം ആ ഒരു റേഞ്ചിലോട്ട് എത്തുന്നുണ്ടോ എന്നുള്ളതൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. നമ്മളൊരിക്കലും വളരെ അറ്റ്മോസ്റ്റ് മാർക്ക് കിട്ടിയ ഒരാളുടെ ലെവൽ വെച്ച് ഒരിക്കലും ഒരു എക്സാമിൻ്റെ ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു ആവറേജിന് മുകളിലൊക്കെ ചെയ്യാൻ പറ്റും. ഒരു മാർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബോർഡർ വരയ്ക്കുക എന്ന് പറയുന്നത് സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2 എനിക്ക് തോന്നുന്നത് ഒരു 65 തൊട്ട് ഉള്ളവർക്ക് പഠിക്കാം. അപ്പോൾ വെറുതെ പഠിക്കണോ, കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലാണെങ്കിൽ ഇത്രയും വിചാരിച്ചാൽ മതി. നിങ്ങൾ പഠിക്കുന്ന കാര്യം എന്തായാലും കുറച്ച് ഡീപ്പായിട്ട് പഠിക്കുക. ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളതാണ്, കുറച്ച് ഡീപ്പായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഇവിടെ ഉപകാരപ്പെടും. ഇനി
കിട്ടിയില്ല എങ്കിൽ കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് അടുത്ത വർഷം LDC ആണ് വരാൻ പോകുന്നത്. ഈ LDCക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇത്രയും പറയുന്ന LGS മെയിൻസിന്റെ പോർഷൻസ് നിങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് നോക്കിയാൽ അതിന്റെ കുറച്ചും കൂടെ എക്സ്ട്രാ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു LDC ലെവലിലേക്ക് കിടക്കുമ്പോൾ നോക്കിയാൽ മതി. ശരിയല്ലേ? അപ്പോൾ അത്രയും നമ്മളുടെ ബുദ്ധിമുട്ട് കുറഞ്ഞു കിട്ടി പഠിക്കുന്നതിന്റെ. അത്രയും ടൈമും നമുക്ക് കിട്ടി ബാക്കിയുള്ളത് പഠിക്കാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചിന്തിച്ച് വേണം നിങ്ങൾ എന്താണ് ഇനി അങ്ങോട്ടുള്ളതിൽ പഠിക്കാൻ. ഇതിൽ ഓരോ ദിവസവും കൃത്യമായിട്ട് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇതിനെ ബേസ് ചെയ്ത് പഠിച്ചു തന്നെ പോകുക. വേരിയസ് LGSും വരുന്നുണ്ട്. അപ്പോൾ വേരിയസ് LGS മാത്രം കൺസേൺ നോക്കുന്നവർക്കും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ ഒരിക്കലും എന്താണ് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സ്റ്റേജ് 3 and 4 ഇത് എനിക്ക് LGSന്റെ വെച്ച് നോക്കുമ്പോൾ ഒരു 70 തൊട്ടുള്ളവർ പഠിച്ചു തുടങ്ങിക്കൂടാ, അതാ ഞാൻ പറയാം. കാരണം വന്നതിന് ശേഷം പിന്നെ എന്താണ് നമ്മൾ പറയുന്നത്, ഇപ്പോൾ വളരെയധികം ഡിലേ ആകുന്നുണ്ട് പ്രിലിമിനറി റിസൾട്ടുകൾ വരാൻ. അത് നിങ്ങൾക്കറിയാം സിറ്റുവേഷൻ ഇന്നതായതുകൊണ്ടാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഹൈ ലെവലിലോട്ട് മാർക്ക് എത്തിയില്ലെങ്കിൽ നമുക്ക് റിഗ്രറ്റ് അടിക്കാൻ പാടില്ലല്ലോ ഇത്രയും സമയം പോയി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു അത്യാവശ്യം ഒരു 70 തൊട്ടുള്ളവർ പഠിച്ചു തുടങ്ങുക. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഇപ്പോൾ 70 എന്നുള്ളത് ഞാൻ പറയുന്നതാണ്. ഓക്കെ, ഒരു 68 തൊട്ടുള്ളവർ പഠിച്ചാലും തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു 68 എടുക്കാം. 68 തൊട്ടുള്ളവർ ഒന്ന് പഠിച്ച് ഇതാക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, ഇത് നിങ്ങൾക്ക് ഇപ്പോഴാണെങ്കിലും അടുത്ത ഇതിലേക്കാണെങ്കിലും വേരിയസ് LGS LDCക്കൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ നോക്കട്ടെ, റിസൾട്ട് വരട്ടെ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വേണ്ടാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ഒരു ടൈം നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്താൽ, ഇത് LGS ആണ്, നിങ്ങൾ മനസ്സിലാക്കുക. മറ്റുള്ള LDC പോലെ അത്രയും സിലബസിലെ ഈ പറയുന്ന ഇംഗ്ലീഷ്, മലയാളം, വേൾഡ് ഹിസ്റ്ററി, വേൾഡ് ജോഗ്രഫി, കേരള ഗവേണൻസ്, ഇമ്പോർട്ടൻ്റ് ആക്ട്സ്, ഓക്കെ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിലില്ല. IT അങ്ങനത്തെ സംഭവമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ സിലബസ് ഷോർട്ടാക്കി കിട്ടുകയാണ്. ഇനി ഇവർ ഈ പറയുന്ന വേൾഡ് ഹിസ്റ്ററി, വേൾഡ് ജോഗ്രഫി ഒന്നും ഇല്ല എന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ ഔട്ട് ഓഫ് ദ സിലബസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ അതും കുറച്ച് പ്രിപ്പയർഡ് ആയിരിക്കണം. അതിന് ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക പല പേപ്പറുകളുടെയും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും ഏതൊക്കെ മേഖലയിൽ നിന്നാണ് അവർ ഏതൊക്കെ ഏരിയയാണ് പിടിക്കണേ എന്നുള്ളത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പം ഇത്രയും മാർക്സ് ഉള്ളവർ അത്യാവശ്യം എന്താണ് നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങാം. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, നോർമലൈസേഷൻ ബെനിഫിറ്റ് കിട്ടുന്ന സ്റ്റേജസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ച് എന്ത് വരും, ഒബ്വിയസ്ലി ബെനിഫിറ്റുകൾ അവിടെ കിട്ടും. അവിടെ ഒരു 62 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചൊക്കെ ഉള്ളവർക്ക് മാർക്സ് നല്ലോണം ആഡ് ചെയ്ത് വരും. അപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല, ഏകദേശം ഞാൻ വെച്ചിട്ട് പറയുന്നതാണ് ഈ ഒരു റേഞ്ചൊക്കെ ഉള്ളവർക്ക് പഠിച്ചു തുടങ്ങാം എന്നുള്ളത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് 65, ഇനി ഒരു 62 എന്നുള്ളത് തൊട്ട് 62 ഉള്ളവരാണെങ്കിലും പഠിച്ചു തുടങ്ങിയാലും തെറ്റില്ല. ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് ഞാൻ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു സ്വാഭാവികമായി ഡൗട്ട് വരും, അപ്പോൾ പിന്നെ ഇത് വളരെ കുറവുള്ളവരും പഠിക്കട്ടെ, അടുത്ത വർഷം ഇതുണ്ടല്ലോ. അങ്ങനെയല്ല, ചിലവർക്ക് ഇപ്പോഴും ചിലവരെങ്കിലും ഇതെന്തായാലും കിട്ടില്ലല്ലോ, അപ്പോൾ ഇപ്പം നോക്കണ്ടല്ലോ എന്നുള്ളൊരു ചിന്താഗതി ഉള്ളവരുണ്ടാവുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാർക്സ് ഇങ്ങനെ ഒരു ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ പലരും എന്താണ് എത്രയാണ് ഏകദേശം അല്ലെങ്കിൽ എത്ര വരും എന്നുള്ളൊരു പ്രഡിക്ഷനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എക്സാക്ട് നമ്മളുടെ ഈ പ്രഡിക്ഷനൊക്കെ ശരിയാകണം എന്നൊന്നും ഇല്ല. നമ്മളുടെ ഒരു അസസ്മെന്റ് ആണ് നടത്തുന്നത്. അവർ എത്രത്തോളം ഈ പറയുന്ന ഫൈനൽ ആൻസർ കീയിൽ ചേഞ്ചസ്, ഡിലീഷൻസ് ഒക്കെ കൊണ്ടുവരുന്നത് നമുക്ക് യാതൊരു ധാരണയില്ല. ഇപ്പം നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസ് അവർ ഡിലീറ്റ് ചെയ്ത ചരിത്രമുണ്ട്, ശരി തെറ്റായ വന്ന ചരിത്രമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. നമ്മൾ ഈ പറയുന്ന LGS കൺസേൺ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഇറ്റ്സ് ട്രൂലി അക്കോർഡിംഗ് ടു മൈ ഒപ്പീനിയൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ ഈ പറയുന്ന SCRT ക്ലാസ്, കംപ്ലീറ്റ് ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, കറണ്ട് അഫയേഴ്സ് ക്യാപ്സ്യൂൾ നോട്ട്സ്, LGSന്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, മെയിൻസിൻ്റെ 21 to 25 വരെയുള്ളതൊക്കെ പ്രാക്ടീസ് ചെയ്തൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. ഞാനതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. സെപ്റ്റംബർ 2 ആണ് ഉദ്ദേശിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപ് തന്നെ എന്ത് ചെയ്യാം, എനിക്ക് മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഇനി തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, വേരിയസ് LGS ആണെങ്കിൽ നിങ്ങൾ നോക്കാം, അതും ഉടനെ വരും എന്നുള്ളതാണ് കേൾക്കുന്നത് നോട്ടിഫിക്കേഷൻ കേട്ടോ. അപ്പോൾ അതെന്ന് പറയുന്നതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ കുറച്ചും കൂടി ആൾക്കാരുടെ എണ്ണം കുറയും അറ്റംപ്റ്റ് ചെയ്യുന്നവരുടെ. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് നിങ്ങൾക്ക് നോക്കുക. സിലബസ് ഒക്കെ ഞാൻ ഓൾറെഡി എൻ്റെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ. അപ്പോൾ അത്യാവശ്യം ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും നോക്കി തുടങ്ങാം, നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇതൊന്നും നോക്കിയിരിക്കേണ്ട, പറ്റില്ല, കിട്ടില്ല, കണ്ടില്ലേ ചുറ്റുള്ള നടക്കുന്നൊക്കെ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ കുറേ കാരണങ്ങളുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും നിങ്ങൾ നോക്കണ്ട എന്നുള്ളതേ ഞാൻ പറയുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഒരു ജോലി എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്, നമ്മളുടെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും ആദ്യം മുന്നിട്ടിറങ്ങേണ്ടതും അതിനുവേണ്ടി എല്ലാ തരത്തിലുള്ള എഫേർട്ട് ഇടേണ്ടതും നമ്മളാണ്. കേവലം ഒരു നെഗറ്റീവ് സൈഡിൽ കൂടെ പോയി എന്ന് വെച്ചിട്ട് നമ്മളുടെ ആ ഒരു ഇതിൽ നിന്ന് പിന്നോട്ടേക്ക് നിൽക്കരുത്. ഒരു വാശി നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ആദ്യത്തെ 100-നുള്ളിൽ ഞാൻ വന്നിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടി വേണം ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ മുന്നിട്ടിറങ്ങാം. എല്ലാ ദിവസവും നിങ്ങൾ മനസ്സിൽ അത് ഉറപ്പിച്ച് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.